ന്യൂസ് റൂം ലൈവ് തുടരുന്നു. മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമത്തിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന 40 വയസ്സിന് മുകളിലുള്ളവരുടെ കൂട്ടായ്മയായ മലപ്പുറം ജില്ലാ വെറ്ററൻ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അഥവാ MVSFA ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാമത് 11 സൂപ്പർ ലീഗിൽ 7 ജില്ലകളിൽ നിന്നായി 150-ലധികം കളിക്കാരാണ് ബൂട്ടണിഞ്ഞത്. മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്ത് മുൻ ജില്ലാ പോലീസ് മേധാവി അബ്ദുൽ കരീം എത്തി. ജേഴ്സിയും ബൂട്ടുമണിഞ്ഞ് മൈതാനത്തിറങ്ങിയവരെല്ലാം 40-നും 70-നും ഇടയിൽ പ്രായമുള്ളവർ. 3 വർഷങ്ങൾക്ക് മുൻപ് മങ്കട സ്വദേശിയായ ആലങ്കാടൻ ഷാജിയും വണ്ടൂർ സ്വദേശിയായ പോത്തങ്ങോടൻ നൌഷാദും 60 അംഗങ്ങളുമായി രൂപീകരിച്ച MVSFയിൽ ഇന്ന് 7 ജില്ലകളിൽ നിന്നായി 600-ലധികം അംഗങ്ങളുണ്ട്. ആരോഗ്യ സംരക്ഷണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലക്ഷ്യം വെച്ച് 40 വയസ്സ് കഴിഞ്ഞവർക്ക് കളിക്കാനുള്ള അവസരമൊരുക്കുകയാണ് കൂട്ടായ്മയുടെ ആദ്യ ലക്ഷ്യം. എടവണ്ണയിലെ സ്റ്റേഡിയത്തിൽ പ്രായം ഒരു അക്കം മാത്രമായി കളിക്കാർ മത്സരിച്ച് കളം നിറഞ്ഞു. ഒരു ടീമിൽ 11 കളിക്കാർ വീതം 8 ടീമുകൾ ഏറ്റുമുട്ടി. ഏതെടുത്താലും അതിൻ്റെതായ രീതിയിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ എന്നുള്ളവർക്ക് വലിയ വാശിയാണ്. ഇവിടെ നിങ്ങൾ 8 ടീമേ ഉള്ളൂ. അപ്പോൾ ആ കളിയിൽ എത്രത്തോളം വാശിയുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത് കളി വാശിയൊക്കെ നല്ലത് തന്നെയാണ്. ടൂർണമെന്റിൽ അത് ജയിക്കാനുള്ള വാശി ആവണം. ജയിക്കാനുള്ള വാശിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കെട്ടുറപ്പിന് ഒരു സംഘടന എന്ന് പറയുന്നത് കെട്ടുറപ്പ് വേണം. അതിൽ എന്താണോ റഫറിമാർ അല്ലെങ്കിൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനം, ഗ്രൗണ്ടിനകത്താണെങ്കിൽ റഫറി എടുക്കുന്ന തീരുമാനം, ആ തീരുമാനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകണം എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ഈ കളിയെ നമുക്ക് കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. വെറും കളി മാത്രമല്ല ഈ കൂട്ടായ്മയുടെ ഇപ്പോഴത്തെ ഉദ്ദേശം. മുൻപ് പ്രളയകാലത്ത് 4 ലക്ഷം രൂപയുടെ അടക്കം ഇതിനോടകം 9 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. കൂട്ടായ്മയിലേക്ക് അംഗത്വത്തിനായി ആവശ്യക്കാരേറിയതോടെ ഇനി സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുകയാണ് സംഘാടകരുടെ അടുത്ത ലക്ഷ്യം. ന്യൂസ് 18 മലപ്പുറം. കട്ടപ്പന ഫെസ്റ്റിനോട് അനുബന്ധിച്ച് നടന്ന മിസ് ഇടുക്കി മത്സരത്തിൽ വിജയ കിരീടം ചൂടി അടിമാലി സ്വദേശി രേഷ്മ മനോജ്. 19 സുന്ദരികളോട് പൊരുതിയാണ് രേഷ്മ കിരീടത്തിൽ മുത്തമിട്ടത്. കട്ടപ്പന ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് മിസ് ഇടുക്കി മത്സരം സംഘടിപ്പിച്ചത്. 100-ലധികം മത്സരാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 19 സുന്ദരികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. 3 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിലാണ് സുന്ദരികൾ പങ്കെടുത്തത്. വാശിയേറിയ മത്സരത്തിൽ അടിമാലി സ്വദേശിനി രേഷ്മ മനോജ് മിസ് ഇടുക്കിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അണക്കര സ്വദേശിനി കൊച്ചിത്രേസ്യ റെജി ഫസ്റ്റ് റണ്ണറപ്പായി. കട്ടപ്പന സ്വദേശിനി നക്ഷത്ര ശ്രീകുമാറാണ് സെക്കൻഡ് റണ്ണറപ്പ്. മികച്ച വസ്ത്രധാരണ വിഭാഗത്തിൽ നീന റോസ് ജോസും മികച്ച ചാമിംഗ് വിഭാഗത്തിൽ പ്രാർത്ഥന ലാലുവും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഹെയർ വിഭാഗത്തിൽ ആഷ്ലി ബെന്നിനാണ് പുരസ്കാരം. മികച്ച ഫോട്ടോജനിക് വിഭാഗത്തിൽ നേഹ ടി ജോസും പുരസ്കാരത്തിന് അർഹയായി. സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് ജെഫ്രിയ ജോബി, മോഡൽ അശ്വിക ഓംകുമാർ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനർ ജസ്ന കുര്യാക്കോസ് എന്നിവർ അടങ്ങുന്ന ജഡ്ജിംഗ് പാനലാണ് വിധി നിർണയം നടത്തിയത്. ന്യൂസ് 18 കട്ടപ്പന.